ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഒഡീഷ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി 4G നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പാലക്കാട് ഉൾപ്പെടെ 8 IITകളുടെ വികസനത്തിനും തറക്കല്ലിട്ടു. കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ L. മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. പുതുതലമുറ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനംതിട്ടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ-പാക് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒഡീഷയിലെ ജാർസുഗുഡയിൽ 60,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യുകയാണ്. ടെലികോം കണക്ടിവിറ്റി മേഖലയിൽ സ്വദേശി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകദേശം 37,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു. ഇതിൽ BSNL കമ്മീഷൻ ചെയ്ത 92,600-ലധികം 4G സാങ്കേതിക സൈറ്റുകളും ഉൾപ്പെടുന്നു. പാലക്കാട് ഉൾപ്പെടെ 8 IITകളുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി 2,600 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പാലക്കാട് നടക്കുക. പാലക്കാട് IITയിൽ നടന്ന ചടങ്ങിൽ ഒഡീഷയിലെ ഉദ്ഘാടന ചടങ്ങ് തത്സമയം പ്രദർശിപ്പിച്ചു. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ L. മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി വള്ളിക്കാവ് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ അമൃതവർഷം പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നു. കൊല്ലത്ത് ചേരുന്ന BJP സംസ്ഥാന സമിതി യോഗത്തിലും മന്ത്രിമാർ പങ്കെടുക്കും. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ യോഗം ഉദ്ഘാടനം ചെയ്യും. നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ശ്രീ JP നഡ്ഡയ്ക്കും ശ്രീ L. മുരുകനും BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷം കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ പുരോഗമിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാതാ അമൃതാനന്ദമയിക്ക് പുഷ്പഹാരം ചാർത്തി ജന്മദിനാശംസ നേർന്നു. ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃകയായ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ ലോക കേരള സഭ ആഗോള പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് സയൻസ്, IT ഉൾപ്പെടെ നിരവധി മേഖലകളിൽ കേരളം വലിയ നേട്ടം കൈവരിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓരോ അറിവിനെയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അവയെ ജനോപകാരപ്രദമായി ഉപയോഗിക്കുന്നതിനും നമുക്ക് കഴിയണം. അതിനാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുന്നത്. ആരോഗ്യരംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ നിരവധി നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ആ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതുതലമുറ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള നടപടികളുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത്. ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ് മേഖലയിൽ ഉയർന്നുവരുന്ന പുത്തൻ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുക. റാന്നി പെരുന്നാട് കണ്ണനുമൺ സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. രോഗം വന്ന സാഹചര്യം മനസ്സിലാക്കാൻ രോഗിയുടെ വീട്ടിലെയും ജോലിസ്ഥലത്തെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ജില്ലയിൽ ആദ്യമായാണ് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുഡ് സ്ട്രീറ്റ് ആധുനികവൽക്കരണം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തിരുവനന്തപുരം ശംഖുമുഖം, എറണാകുളം കസ്തൂർബ നഗർ, കോഴിക്കോട് ബീച്ച്, മലപ്പുറം കോട്ടക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമായി. എറണാകുളത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 1 കോടി രൂപ വീതം ചെലവഴിച്ച് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആധുനിക ഫുഡ് സ്ട്രീറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
ഇന്ന് ലോക ടൂറിസം ദിനം. 1980 ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ടൂറിസം സംഘടനയാണ് സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളത്തിൽ ഗണ്യമായ വർധനയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ 2,74,028 വിദേശ വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചതായും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ആഭ്യന്തര ടൂറിസം രംഗം വലിയ വളർച്ച നേടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ബീച്ചുകളാൽ സമ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശം. ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് ശുചീകരിച്ചു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നീളമേറിയ കടൽത്തീരമുള്ള കണ്ണൂർ ജില്ല സുന്ദരമായ ബീച്ചുകളാൽ സമ്പന്നമാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് കണ്ണൂരിലെ ബീച്ചുകൾ കാണാനായി എത്തുന്നത്. ബീച്ചുകൾ ശുചിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള തീവ്രയജ്ഞ പരിപാടികളാണ് നടന്നുവരുന്നത്. ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി പയ്യാമ്പലം ബീച്ച് ശുചീകരിച്ചു. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. ടൂറിസത്തെ കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റുന്നത് ലക്ഷ്യമിട്ട് ഗണ്യമായ നികുതി ഇളവുകളാണ് പുതിയ GST പരിഷ്കാരങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രതിദിനം 7,500 രൂപയിൽ താഴെയുള്ള ഹോട്ടൽ മുറികളുടെ GST 5% കുറച്ചു. ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുകയുമാണ് ലക്ഷ്യം. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ സാംസ്കാരിക അഭിമാനത്തെ പുനരുജ്ജീവിപ്പിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. വിദേശത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങളും അമൂല്യ വസ്തുക്കളും തിരികെ കൊണ്ടുവരുന്നത് മുതൽ വളരെ കാലമായി നഷ്ടപ്പെട്ട പുരാവസ്തുക്കൾ പുനഃസ്ഥാപിക്കുന്നതുവരെ നിരവധി പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിനായി കേന്ദ്രം നടത്തിയത്. പൈതൃകം വെറും ചരിത്രമല്ല, അത് മനുഷ്യത്വത്തിന്റെ പങ്കുവയ്ക്കപ്പെട്ട അറിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आज का भारत अपने इतिहास पर गर्व करता है. बीते एक दशक में हमने देश की धरोहरों के संरक्षण पर मिशन मोड में काम किया है. देश की एंशियंट स्टैच्यूज और आर्टिफैक्ट्स जिन्हें चुराकर विदेशों में बेच दिया गया था, उन्हें वापस लाया गया है. हेरिटेज केवल हिस्ट्री नहीं बल्कि ह्यूमैनिटी की एक साझी चेतना है. 2014 മുതൽ മോഷ്ടിക്കപ്പെട്ട 642 പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കൽ വിദേശത്തേക്ക് കടത്തപ്പെട്ട പുരാവസ്തുക്കളിൽ പലതും ഇപ്പോൾ നയതന്ത്ര മാർഗങ്ങളിലൂടെയും നിയമ നടപടികളിലൂടെയും സാംസ്കാരിക സഹകരണത്തിലൂടെയും തിരിച്ചെത്തിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട അച്ചൻകോവിൽ നദി, തിരുവനന്തപുരം കരമന, നെയ്യാർ നദികളിൽ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന അവസാന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയെ ഇന്ത്യ പരാജയപ്പെടുത്തി. EMS നമ്പൂതിരിപ്പാടിന്റെ മകൾ ഡോക്ടർ മാലതി ദാമോദരൻ ഇന്ന് പുലർച്ചെ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. മാലതി ദാമോദരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി 4G നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പാലക്കാട് ഉൾപ്പെടെ 8 IITകളുടെ വികസനത്തിനും തറക്കല്ലിട്ടു. കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ എൽ മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. പുതുതലമുറ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനംതിട്ടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ പാക് പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.